അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷം കാണാം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ചോറുണ്ടിരുന്നപ്പോൾ കുട്ടനും അല്ലിക്കുട്ടനും പോയിട്ട് പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വീശുവലയും കൊണ്ട് പോണ കണ്ടപ്പോഴേ മനസ്സിലായി ഇന്ന് കുറേ മീൻ കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഏതായാലും നല്ലൊരു മീൻ കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ വൈകുന്നേരം കട്ടന് നല്ല കപ്പ പുഴുങ്ങിയതും മത്തിക്കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് പുഴമീൻ കിട്ടിയത്. ഇനി മത്തീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് മാങ്ങയിട്ട് നല്ലൊരു മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയതാ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മീൻ നന്നാക്കാനിരുന്നതാണ്. അരൽമീൻ മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള മീനുകളുണ്ട്. ഇത് കണ്ടോ, ഇത് പുഴയിലുണ്ടാകുന്ന പൂസാൻ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. പക്ഷേ ഈ മീനിന് പല നാടുകളിലും പല പേരുകളായിരിക്കും. ഓരോ സ്ഥലത്തും മീനുകൾക്കൊക്കെ പലതരം പേരുകളാണല്ലോ. മത്തി അയിലയ്ക്ക് മാത്രമാണ് പേരിന് മാറ്റമില്ലാത്തത്. എന്നാലും മത്തിക്ക് ചില സ്ഥലത്ത് ചാള എന്ന് പറയുന്നവരുണ്ട്. ബാക്കി എല്ലാ മീനിനും പേരുകളിൽ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ കരിമീൻ്റെ കുട്ടികളുണ്ട്, പരല് തന്നെ പലതരത്തിലുണ്ട്. മീൻ കൊടുന്നാൽ പിന്നെ ഞാൻ തന്നെയാണ് നന്നാക്കാറ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, മീൻ നന്നാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കല്ലുപ്പിട്ട് ഉരച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്താൽ മീനിൻ്റെ ആ മണം പോവും, ഇതിൻ്റെ ബാക്കിയുള്ള ചെതുമ്പലുകളും പോകും കേട്ടോ. അപ്പോൾ അത് മാങ്ങയിട്ടാണ് ഞാൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ അശ്വതി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആകാശമൊക്കെ ഇരുണ്ട് മൂടി മഴ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കാറ്റും അടിക്കുന്നുണ്ട്. മഴ പെയ്യുമോ എന്നറിയില്ല, പക്ഷേ ആകാശം ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി കറി വയ്ക്കുകയാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ട് പൊട്ടിക്കുകയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതാ മുളക് കറി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുക്കറിൽ കപ്പ പുഴുങ്ങി ആവിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ ഉടയ്ക്കുക, നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പ ഉടച്ചത് റെഡിയായി. ഇനി മുളക് ചാറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ അടച്ച് വെച്ച് കഴിച്ചാൽ മുളക് കറി അങ്ങോട്ട് റെഡിയാവും. അതായത് മാങ്ങയിട്ട മുളക് കറി. അങ്ങനെ കപ്പ ഉടച്ചത് മീൻ കറി കായപ്പോഴേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഴവെള്ളം ഇങ്ങനെ മുഖത്ത് തട്ടുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. അങ്ങനെ നല്ല മഴ പെയ്യുന്ന ഗതി പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് ഒരു മഴയല്ല കാറ്റുമില്ല. 6 മണിയൊക്കെ ആയപ്പോൾ മഴയല്ല ഒന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നേരെ പുഴയ്ക്ക് പോകാം കേട്ടോ. വൈകുന്നേരം ആയാൽ പിന്നെ എല്ലാവരും പുഴയ്ക്കൊന്ന് പോകും കേട്ടോ. ആർക്കും അങ്ങനെ അലക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും വൈകുന്നേരം പുഴയിൽ പോയൊന്ന് മുങ്ങി കുളിച്ചിട്ടില്ലെങ്കിൽ അത് എന്തോ ഒരു എന്തോ പോലെയാണ് കേട്ടോ. വൈകുന്നേരത്തെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പുഴയിൽ പോവും. പിന്നെ പുഴയിൽ പോയി ഇരുന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ അരക്കലും കുളിയൊക്കെ. അപ്പോൾ പുഴ എന്ന് പറയുമ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങൾ മുന്നിലിറങ്ങും. പിന്നെ അവരും കുട്ടി പോകാൻ നിർത്തിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുഴേൻ്റെ തീരത്ത് കണ്ടോ നല്ലൊരു വാഗ പൂത്ത് നിൽക്കുന്നത്. ഇതിനെ വാഗ എന്ന് പറയും എല്ലാവരും, പക്ഷേ ഞങ്ങൾ പറയുന്ന പേര് മെയ് ഫ്ലവർ എന്നാണ്. അതായത് മെയ് മാസത്തിൽ മാത്രമാണ് ഇതിൻ്റെ പൂവ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് മെയ് ഫ്ലവർ എന്ന് പറയും. അപ്പോൾ പുഴേൻ്റെ തീരത്ത് തന്നെ കേട്ടോ ഈ വാഗ പൂത്ത് നിൽക്കുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഞാൻ വീഡിയോ എടുത്ത് കണ്ടോ വാഗ പൂത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തിട്ടോ. പുഴയിലെത്തിയ പാടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടോ വാഗ പൂത്ത് നിൽക്കുന്നത്. ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. ഇനി കുറച്ച് നേരം എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ടാട്ടോ കുളിക്കുകയുള്ളൂ. അപ്പോൾ പുഴേൻ്റെ ഒരു വൈബ് കണ്ടോ. ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ് കേട്ടോ. അതായത് മഴ വന്നിട്ട് മഴ പെയ്യാണ്ട് വേറെ എവിടേക്കോ പെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെയൊക്കെ മൂടിയൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഏത് സമയത്താണെങ്കിലും പുഴയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ഈ പുഴയിൽ വന്നൊന്ന് മുങ്ങി കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്ന സംഭവം. കണ്ടില്ലേ എൻ്റെ പുഴേൻ്റെ ഭംഗിയുണ്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഈ നേരമായി എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കുളിയും കഴിഞ്ഞപ്പോൾ ഈ സമയമായിട്ടോ. സമയം 6:30 കഴിഞ്ഞ് 6:45 ബാക്കിൽ ലച്ചുമോൾ പിണങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല കപ്പയും പുഴമീൻ കറിയും കൂടി ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കപ്പയും മീൻ കറിയും കഴിക്കാനും ബാലക്കുട്ടനും ലച്ചുമോളും ഉണ്ട് കേട്ടോ. പൈങ്കിളികളും കുഞ്ഞിക്കിളികളൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലോ ആരെങ്കിലും ഒരാൾ കുട്ടിപ്പട്ടാളങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വാരി കൊടുത്തിട്ട് അങ്ങനെ
കപ്പയും മീൻകറിയൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്